One plate 40 rupees. एक और चाहिए. JBL ഹെഡ്സെറ്റിന് 600 രൂപ. മൂന്ന് പൊറോട്ട. ചിക്കൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അധികം ഉണ്ട്. ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ പരിപ്പൂടെ ഉണ്ട്. 200 രൂപയ്ക്ക് ഷർട്ട്. ചുവപ്പും പച്ച എല്ലാ കളറും ഉണ്ട് കേട്ടോ. കളർഫുൾ ബിരിയാണിയാണ്. ഹലോ ഫ്രണ്ട്സ്, മുംബൈ സിറ്റിയിലെ സുരക്ഷാ കവാടത്തിലൂടെ ഇറങ്ങി സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. ഇതിന് സെക്യൂരിറ്റി കൊടുക്കുന്ന പോലീസിൻ്റെ വണ്ടികളുണ്ട്, എമർജൻസി ആംബുലൻസ് ഉണ്ട് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ. കാണാൻ പോകുന്നതെല്ലാം പുതിയതാണ്, കേട്ടുകേൾവി പോലുമില്ല ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്. അതിമനോഹരമായ ചരിത്രങ്ങളുടെ കഥ പറയുന്ന ആ കെട്ടിടം ഒന്നുകൂടി നോക്കിക്കാണുവാണ്. ഇതിനു മുമ്പുള്ള ഞങ്ങളുടെ മുംബൈ വീഡിയോസ് കാണാത്തവർ അതുകൂടി കാണാൻ മറക്കല്ലേ. നമുക്കിതുപോലൊരു കാറിൽ നമുക്ക് പോകണം. മിലിറ്ററി പോലീസിൻ്റെ ബുള്ളറ്റ് പോകുന്നു, എല്ലാം സെറ്റപ്പ് തന്നെ. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ചുവടെ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം. കാണാം മുംബൈ CSTയിലെ തെരുവ് കാഴ്ചകൾ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ, ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിൻ്റെ പുത്തൻ വീഡിയോക്ക് ഹാർദമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ മുംബൈയിലെ CSTയിൽ വന്നിറങ്ങിയിട്ടുള്ള വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ്. അതെ, സെക്കൻഡ് പാർട്ട്. നിറയെ കച്ചവടക്കാരും എല്ലാ സാധനമുണ്ട്. ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം പലവാർന്ന രീതിയിൽ. ബെൽറ്റുകൾ, കൂളിംഗ് ഗ്ലാസുകൾ, തിരക്കേറിയ ആളുകൾ. അല്ല, കൂളിംഗ് ഗ്ലാസിൻ്റെ വലിയൊരു കച്ചവടം. നമ്മൾ കൂളിംഗ് ഗ്ലാസ് മേടിച്ചാലോ, ഇനിയൊരു കൂളിംഗ് ഗ്ലാസ് വേണമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വിഷ്ണുവിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു കൂളിംഗ് ഗ്ലാസ് മേടിക്കാൻ സുഹൃത്തുക്കളെ, ഈ ഗ്ലാസ്സിന് 100 രൂപയാണ്. എടുക്കട്ടെ, 100 രൂപയാണ് ബാലൻസ്. സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കങ്ങനെ ഒരു കൂളിംഗ് ഗ്ലാസ് മേടിച്ചിട്ടുണ്ട്. കോപ്പിയാണെന്നൊക്കെ പറയുന്നത്. ഇവിടെ ബെൽറ്റ്, ഇവിടെ വാച്ചസ്. ഇതിനാണ് ബൈ 200 बोला भाई, पर कोई भी लो 200. ബെർമുഡ 3/4. ഇവിടെ ഓരോ പ്രോഡക്റ്റുകളുടെ വലിയ സെയിൽസാണ്. തുണി ഐറ്റംസ് ആണ് കൂടുതലും, അല്ല ഇലക്ട്രോണിക് ഐറ്റംസും ഉണ്ട്. ഒറിജിനൽ ബോട്ടിന് തന്നെയാണോ? OnePlus-ൻ്റെ ഒക്കെ ഒറിജിനലാണോ? കണ്ടിട്ട് തോന്നുന്നില്ല, എല്ലാം കോപ്പി പോലുണ്ട്. JBL ഹെഡ്സെറ്റ് എത്ര രൂപ ചോദിച്ചു വില? JBL ഹെഡ്സെറ്റിന് 600 രൂപയ്ക്ക്. ഇതിൻ്റെ കോപ്പിയാണ് സുഹൃത്ത്, കോപ്പി. ആ, ബെൽറ്റുകൾ, ലേഡീസിൻ്റെ ഡ്രസ്സുകൾ. ഒരു കൂളിംഗ് ഗ്ലാസ് കണ്ണിലും ഒരു കൂളിംഗ് ഗ്ലാസ് തൊപ്പിയിലും വെച്ച വെറൈറ്റി അല്ലേ. അതെ, ടീഷർട്ട്, കിഡ്സിൻ്റെ ഡ്രസ്സുകളാണ്. ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ. ഈ തിരക്കേറിയ നഗരത്തിലൂടെ നടക്കുന്നതിന് വലിയ കാര്യം. ഇവിടെ ഷർട്ടുകൾ കൂട്ടം കൂട്ടിയിട്ടിരിക്കുന്നു. എത്ര വിലയെന്ന് ചോദിച്ചു? 200 രൂപയ്ക്ക് ഷർട്ട്. എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ആണ്, എന്നാലും കോപ്പി സാധനത്തിന് എത്ര രൂപയ്ക്ക്? തയ്യക്കൂലി പോലും ഇതിനൊക്കെ കൂടുതൽ എടുത്തില്ലേ? ചായ് മാസ്റ്റർ പൊറോട്ടയോ? ആ, അതെ, പൊറോട്ടയല്ലേ ഇത്. എടുത്ത പൊറോട്ട ഞാൻ ട്രൈ ചെയ്താലോ? മൈ ഗോഡ്, ഒരു പശുക്കിടാവാണ് കൂടെ നടന്നു പോയത്. ഇടിച്ചിരുന്ന് പണി കിട്ടുന്നത് പോലീസിൻ്റെ നിർഭയ സ്ക്വാഡ്. എനിക്കിന്ന് ലേഡീസിൻ്റെ ആണെന്ന് അറിയത്തില്ല. ഒരെണ്ണം ഒന്ന് മേടിച്ച് ട്രൈ നോക്കാം, കൊള്ളാമെങ്കിൽ നമുക്ക് പിന്നെ കഴിയാം. തമിഴാണോ? തമിഴാണോ? Tamil मेरा सेट. One plate 40 rupees. मैं केरला मॉडल. ये अन्ना केरला आदमी. ആദ്യം ട്രൈ ചെയ്ത് നോക്കാം പൊറോട്ട. സ്ഥിര യാത്രയൊക്കെ എപ്പോഴും ഇങ്ങനെ എവിടെ പോകുന്നു അവിടെ പൊറോട്ട ഞങ്ങളുടെ കൂടെയും വരാറുണ്ട്. നല്ല ഫുഡാണ് സുഹൃത്തുക്കളെ. ഇവിടെ വരുന്നവർക്ക് സംശയം കൂടാതെ കഴിക്കാനൊക്കെ ഓപ്ഷനാണ് ഈ ഫുഡ്. ഒരു കിഴങ്ങും പട്ടാണിയോടുള്ള ഒരു കറിയും, പിന്നെ ഒരു ഗ്രീൻ ഒരു ചട്നിയും ഉണ്ട് അവരുടെ പുതിന. ബോംബെ കിട്ടുന്ന സാധനം ഇത്. 40 रुपए एक प्लेट है.
രൂപയല്ലേ? അതെ. 40 രൂപ എത്ര പൊറോട്ട? 3 പൊറോട്ട. 3 പൊറോട്ടയും ഗ്രീൻ പീസ് കറിയും പിന്നെ എന്തോ പുതിനയുടെ ചട്നി. പുതിനയുടെ ചട്നി ഇവിടെ. ഞങ്ങൾ ലാഭമാണ്, നല്ല ഫുഡ് വേണം. സംഭവം CSTയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഭാഗത്ത് തന്നെ. ഇവിടെ വന്ന മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി നടക്കുന്ന ഫുഡാണ് പൊറോട്ട. അവർ പറഞ്ഞത് മലയാളിയുടെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് മലയാളീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഗരീബ്കാസ് പൊറോട്ട. സംഭവം ഫുള്ളായിട്ട് വരും കുട്ടികളെ. അവസാന സാധനമാണ്. കൊള്ളാം, അടിപൊളിയായിരുന്നു. വടാപ്പാവ് ആ സാധനം എല്ലാം ഉണ്ട്. ഇഡ്ഡലി ഉണ്ട്, പരിപ്പ് വടയുണ്ട്. 40 ഇല്ല 40. പൂരിയുണ്ട് സുഹൃത്തുക്കളെ. പരിപ്പുവടയുണ്ട്, പരിപ്പുവടയുണ്ട്. കേരള ആടറ ബോണ്ടയും നെയ്യപ്പവും. ബോണ്ടയുണ്ട്. ഇത് ബോണ്ടയാണോ? ബോണ്ടയാ? ബോണ്ടെ നെയ്യപ്പം എത്ര രൂപയാണ്? 10 രൂപ. ഇവിടെ നെയ്യപ്പം ഉണ്ട്, ബോണ്ടയുണ്ട്. മലയാളിയുടെ ഫുഡൊക്കെ ഇഷ്ടംപോലെ ഒക്കെ ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് ഇവിടെ ട്രൈ ചെയ്യാൻ പറ്റും. എനിക്ക് പനിയുണ്ട്, അധികം ഇത് സാധനം ട്രൈ ചെയ്യുന്നില്ല. നല്ല അടിപൊളി സ്ട്രീറ്റ് ഫുഡ് CSTയിൽ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ അനുഭവത്തിൽ ഇതൊരു സേഫ് ഓപ്ഷനാണ്. പ്രത്യേകിച്ച് മലയാളീസിന് നല്ല ഫുഡാണ്, അധികം മസാല ചേർത്ത് കുളവാക്കാത്ത നല്ല ഫുഡ്. പൊറോട്ട, പൂരി, ഇഡലി, പരിപ്പുവട, നെയ്യപ്പം, ബോണ്ട, സമൂസ, അങ്ങനെ കുറെ ഓപ്ഷൻ ഈ മുംബൈയിൽ, അതും മിതമായ നിരക്കിൽ. നമുക്ക് എന്തായാലും ബാക്കിയൂടെ കാണാം. സുഹൃത്തുക്കളെ, ഇവിടെ വേറെ മാർക്കറ്റ് ഉണ്ടോ? ക്ലോത്തിന്റെ മാർക്കറ്റാണ്. ഷർട്ടുകള്, ടീഷർട്ടുകള് 300 രൂപ. 300 രൂപ ഷർട്ട്. 200 ഷർട്ട് വേറെ ഉണ്ട്. പിന്നെ ചുറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വെറൈറ്റി ഷൂസുകൾ വളരെ വിലക്കുറവായിരിക്കും ഇവിടെയൊക്കെ. എന്താണ് ലോലിപോപ്പ്, സൂപ്പ്, ചില്ലി, ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ട്. ഫുഡ് ഐറ്റംസ് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു വലിയ മാർക്കറ്റാണ് കേട്ടോ, ഒരു വലിയ മാർക്കറ്റാണ്. ഇവിടെയുണ്ട് ഫുഡിൻ്റെ സ്ഥലങ്ങൾ. ഓരോന്നിനും റേറ്റിന് എഴുതി തൂക്കിയിട്ടുണ്ട് കേട്ടോ. മസാല ദോശയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളിന്നലെ രാത്രി ഒരു മസാല ദോശയൊക്കെ കഴിച്ചതാണ്. അന്നേരത്തെ മസാല ദോശ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതിൻ്റെ ഹൈദരാബാദ് ദം ബിരിയാണി വിൽക്കുന്നു. 100 രൂപയ്ക്കും 60 രൂപയ്ക്കൊക്കെ വ്യത്യസ്തമായ ഓപ്ഷനുണ്ട്. ഞങ്ങൾ അടുത്തൊരു ഫുഡ് ട്രൈ ചെയ്യാണ്. ഹൈദരാബാദി ബിരിയാണി എന്നാണ് പറയുന്നത്. നമുക്കത് കഴിച്ചു നോക്കാം, കൊള്ളാവോ ഇല്ലയോ? അതെ അതെ. ബിരിയാണി അതാണ് 60 രൂപയുടെ ബിരിയാണി. ഹാഫാണ്, മീഡിയവും ഫുള്ളും അല്ല, ഇത് ഹാഫാണ്. നേരെ പകുതി. പക്ഷേ സുഹൃത്തുക്കളെ, കൈ കൊണ്ടൊക്കെ വാരിയാണ് കൊടുക്കുന്നത്. ഇത് വെറൈറ്റിയാണ്. കൈ കൊണ്ടൊക്കെ വാരിയാണ് ഉള്ളി കൊടുക്കുന്നത്. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, എന്തായാലും കഴിച്ച് നോക്കട്ടെ. കുഴപ്പമില്ല. ഞാനിവിടെ മേടിക്കാം അല്ലേ? ഏക്ക് ഓർ ചായേ? ഇറച്ചിയുടെ കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ആണോ? ചിക്കൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അധികം ഉണ്ട്. ബാക്കിയെല്ലാം ആവശ്യത്തിനുണ്ട് അല്ലേ? സ്പൂൺ ചുവപ്പും പച്ച എല്ലാ കളറും ഉണ്ട് കേട്ടോ. കളർഫുൾ ബിരിയാണിയാണ്. പക്ഷേ വലിയ മസാലയുടെ തള്ളിക്കയറ്റമില്ല. അതാണ് വലിയ കാര്യം. ഇറച്ചിയെ കാണാനില്ല ഇത്. ഒരു കഴുത്ത് കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആ ബിരിയാണി കൂടെ ട്രൈ ചെയ്ത് ബാക്കി കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങുവാണ്. തുടർന്ന് വരുന്ന വീഡിയോകൾക്കായി കാത്തിരിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റിലൂടെ ഞങ്ങളിലേക്ക് എത്തിക്കൂ. വീഡിയോ ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.